നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കൊള്ളക്കേസിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയ പത്മകുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. തീർച്ചയായിട്ടും CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാഴ്ത്തിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. പത്തനംതിട്ട ജില്ല രൂപീകൃതമായപ്പോൾ മുതൽ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പത്മകുമാർ. തുടർച്ചയായി 42 വർഷം. ഇതിൽ കഴിഞ്ഞ സമ്മേളനം വരെ 32 വർഷം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എത്തിയ ശേഷം DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് പത്മകുമാർ. 25-ാം വയസ്സിൽ ഏരിയ സെക്രട്ടറി, പിന്നീട് ജില്ലാ സെക്രട്ടറി, കർഷക സംഘം നേതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 34-ാം വയസ്സിൽ, അതായത് 1991-ൽ കോന്നി MLA ആയി. സഹകരണ ഗ്യാരണ്ടി ബോർഡ് വൈസ് ചെയർമാൻ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. 1996-ൽ കോന്നിയിലും 2001-ൽ ആറന്മുളയിലും തോറ്റു. MLA ആയതിനു പിന്നാലെ ആറന്മുളയ്ക്കടുത്ത് നാൽക്കാലിക്കൽ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ കാർഷിക വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്ത കേസിൽ അകപ്പെട്ടു. പിന്നീട് വന്ന ഇടതു സർക്കാരിന്റെ കാലത്ത് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. CPM-ൽ വിഭാഗീയത തലപൊക്കിയപ്പോൾ ജില്ലയിലെ ഭൂരിപക്ഷ നേതാക്കളും VS-നൊപ്പം നിന്നു. അന്ന് ജില്ലയിൽ പിണറായി പക്ഷത്തുള്ള ഏക നേതാവായിരുന്നു പത്മകുമാർ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പമ്പയിൽ നടന്ന ശബരിമല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുമായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉടക്കി. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ കാലാവധി 3 വർഷം എന്നത് 2 വർഷമായി വെട്ടിച്ചുരുക്കിയാണ് 2018-ൽ പത്മകുമാറിനെ പ്രസിഡന്റാക്കിയത്. സർക്കാർ മുൻകൈയെടുത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കിയപ്പോൾ പത്മകുമാറിന്റെ ഭിന്ന നിലപാട് പാർട്ടിക്ക് തലവേദനയായി മാറി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതൃപ്തിയിലേക്ക് നയിക്കപ്പെട്ടു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുകയാണെന്നും സാധാരണ പ്രവർത്തനമായി തുടരുമെന്ന് പ്രഖ്യാപിച്ചതും പാർട്ടിക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, മന്ത്രി വീണ ജോർജിനെ CPM സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി തിരഞ്ഞെടുത്തതിലും പത്മകുമാർ അതൃപ്തി രേഖപ്പെടുത്തിയതൊക്കെ ശ്രദ്ധേയമായിരുന്നു. ഇതേ തുടർന്ന് പത്മകുമാർ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റ് അന്ന് വിവാദമായതാണ്. പരസ്യ പ്രതികരണത്തിൽ തെറ്റുപറ്റിയെന്നും അത് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയെന്നും പത്മകുമാർ പിന്നീട് നിലപാട് മയപ്പെടുത്തി. പക്ഷേ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ പത്മകുമാറിനെ ഒഴിവാക്കി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്മകുമാറും മറ്റൊരു ജില്ലാ നേതാവും കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതും വലിയ വിവാദം ാണ്. എന്തായാലും നിർണായകമായ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റിലായ പത്മകുമാറിനെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും എന്ന് തന്നെയാണ് സൂചനകൾ കിട്ടുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ കടമയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വം നൽകുന്ന സൂചന. ശരിയായ നിലയിലാണ് അന്വേഷണം നടക്കുന്നതെന്നും ഒരാളെയും രക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കില്ലെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നടപടി അനിവാര്യമാണെന്നായിരുന്നു നേതാക്കൾ നൽകുന്ന സൂചന. അതേസമയം ഈ മുൻ ദേവസ്വം പ്രസിഡന്റുമായ പത്മകുമാറും N വാസുവും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സമയത്തായിരുന്നു പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. അന്ന് വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണർ. രണ്ടുപേരും സർക്കാർ നോമിനികളായാണ് ബോർഡിൽ എത്തിയത്. 2018-ൽ ആചാരം ലംഘിച്ച് യുവതികളെ സന്നിധാനത്തെത്തിച്ച് ദർശനം നടത്തിക്കുന്നതിനോട് പത്മകുമാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നതും വ്യക്തം. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ നീക്കങ്ങളും വാസു വഴി സർക്കാർ നടത്തിയിരുന്നു. പ്രസിഡന്റിനെ അറിയിക്കാതെ കമ്മീഷണർ നേരിട്ട് സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കി. ഇതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ ഭിന്നതയുണ്ടായിരുന്നു. പത്മകുമാറിന്റെ കാലാവധി പൂർത്തിയായ ഉടൻ വാസുവിനെ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഇതിലും പത്മകുമാർ പരസ്യമായി അതൃപ്തി അറിയിച്ചിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ വാസുവിന്റെ മൊഴി പത്മകുമാറിനെ വെട്ടിലാക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ വാസുവിനെതിരെ പത്മകുമാർ എന്തെല്ലാം പറയും അതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഇരുവർക്കുമിടയിൽ ഒരു ഭിന്നതയുണ്ട്, ഐക്യതയില്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ള കുറ്റങ്ങളെല്ലാം വിളിച്ച് പറയുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇവിടെ മൊഴിയിലേക്ക് ഏവരും ഉറ്റുനോക്കുകയാണ്. പത്മകുമാറിന്റെ മൊഴിക്ക് രാഷ്ട്രീയ പ്രാധാന്യം വളരെയധികം ഈ സാഹചര്യത്തിൽ ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയം. പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ബന്ധമില്ലെന്ന് പറഞ്ഞ് അകലം പാലിക്കുകയായിരുന്നു CPM. പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പാർട്ടി. ശബരിമല തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയമാണ്. ഇതെല്ലാം വലിയ രീതിയിൽ ബാധിക്കുമോ എന്ന ആശങ്ക പാർട്ടി ഇതിനോടകം ബാധിച്ചു കഴിഞ്ഞു.
വാസുവിന്റെ അറസ്റ്റോടെയാണ് കവർച്ചയുടെ ബന്ധം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തിയത്. കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും പാർട്ടിയുടെ പ്രാദേശിക നേതാവും മാത്രമാണെന്ന് പറഞ്ഞ് വാസുവിന് രാഷ്ട്രീയ പ്രതിച്ഛായയില്ലായിരുന്നു. പക്ഷേ കമ്മീഷണറായിരുന്ന വാസു മുൻ ഉദ്യോഗസ്ഥൻ മാത്രമാണ് എന്നതടക്കമുള്ള ഒരു പ്രതീതിയായിരുന്നു വാസുവിന്റെ അറസ്റ്റിൽ സ്വീകരിച്ചത്. ഇതൊക്കെയായിരുന്നു സ്വർണ്ണക്കവർച്ച കേസിൽ CPM പ്രതിരോധം ഉന്നയിച്ചത്. എന്നാൽ പത്മകുമാറിന്റെ കാര്യത്തിൽ ഈ സമീപനം എടുക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. കാരണം പത്മകുമാർ പാർട്ടിയുടെ എല്ലാ മേഖലകളിലും പല തരത്തിലും നേതാവായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പത്മകുമാറിന്റെ അറസ്റ്റിനെ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ LDF നേതാക്കൾ അതെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്, എന്ത് മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് എന്നതും ആ മറുപടിക്കും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മുൻ പ്രസിഡന്റുമാർക്ക് മാത്രമല്ല മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷം നിലപാട് ഘടിപ്പിച്ചത്. ഇതിനുള്ള മറുപടിയായിരിക്കും ഇനി CPM നൽകേണ്ടി വരിക. സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം മറ്റൊരു തിരിച്ചടിയായി അല്ലെങ്കിൽ ഒരു വലിയൊരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി വന്നതോടെ കുനിമേൽ കുരു കുരുവിമേൽ പരു എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി അല്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ സത്യസന്ധർ മാത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പത്മകുമാറിനെ പാർട്ടി കൈവിടുന്നു എന്നതിന്റെ സൂചനയായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വർണ്ണക്കവർച്ച കേസിൽ വാസു ഗൂഢാലോചന നടത്തിയെന്ന് പാർട്ടി പത്രത്തിൽ വാർത്ത നൽകിയതും മറ്റൊരു തള്ളിപ്പറയലായിരുന്നു എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. പത്മകുമാർ സ്വർണ്ണപ്പാളി കേസിൽ കുറ്റം തെളിയുന്നതുവരെ കുറ്റാരോപിതൻ മാത്രമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് കോടതിയാണ്. ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. അറസ്റ്റ് കൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ നയമാണ് അറസ്റ്റിലൂടെ വ്യക്തമായിരിക്കുന്നത്. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കും. അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം പറഞ്ഞു.